നമ്മൾ പഠിക്കാൻ പോണത് ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് ഈസ്റ്റേൺ തിങ്കേഴ്സ് ആണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് 5 പേരുടേതാണ് പഠിക്കാനുള്ളത്. സ്വാമി വിവേകാനന്ദ, മഹാത്മാഗാന്ധി, അരവിന്ദ് ഘോഷ്, ജിതു കൃഷ്ണമൂർത്തി, രവീന്ദ്രനാഥ് ടാഗോർ. ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മഹാത്മാഗാന്ധിയുടേത് നോക്കാം. ഇപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു, നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരായിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ അവരെങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും കൊടുക്കുക, അവർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിലാണ്. അല്ലാതെ ഇന്ത്യൻ ജനതയ്ക്കോ നമ്മൾക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് അവരുടെ ലാംഗ്വേജിന് പ്രിയോറിറ്റി കൊടുക്കുക, പിന്നെ നമ്മളുടേതായ സംസ്കാരങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ അതൊന്നും അത്രയ്ക്കും പ്രചരിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ആ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം, നമുക്ക് നല്ല അറിവും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അവർക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ മാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എല്ലാം എതിരായിട്ട് നമ്മളുടെ ഓരോ തത്വചിന്തകന്മാർ, ഇപ്പോൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനൊക്കെ, ഇവരൊക്കെ എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിലാക്കാൻ, ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷനെ ബെറ്ററാക്കി നമ്മളുടെ സംസ്കാരത്തിനും നമ്മളുടെ രാജ്യത്തിനും ഒതുങ്ങുന്ന രീതിയിൽ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരുതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആരുടെ നോക്കാം, ഗാന്ധിജിയുടെ നോക്കാം. അപ്പോൾ ഗാന്ധിജി നമുക്കറിയാം അല്ലേ, നമ്മൾ എന്താ പറയുക, രാഷ്ട്രപിതാവാണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 2, 1869. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പഠിക്കണമല്ലേ. പിന്നെ ഈ എല്ലാ തിങ്കേഴ്സിൻ്റെയും എന്ത് ചെയ്യണം, അവരുടെ മെയിൻ കുറച്ച് പബ്ലിക്കേഷൻസ് പഠിച്ചു വയ്ക്കണം. അതൊക്കെ 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. പിന്നെ അവരുടെ ഫിലോസഫി ഓഫ് ലൈഫ്, പിന്നെ അവർ എഡ്യൂക്കേഷനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, പിന്നെ അവർ എന്താ ഒരു ടീച്ചർ എന്ന നിലയിൽ, ഇപ്പം നമ്മൾ BEd സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ എന്തായാലും അവിടെ ചോദിക്കുക അങ്ങനെ ആയിരിക്കും, ഒരു ആസ് എ ടീച്ചർ എന്താകണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ആ ഒരു രീതിയിലും 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് essay ആയിട്ടും 1 വേർഡ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി വാസ് ബോൺ October 2 in 1869. He is respected as the father of the nation. His main publications ഏതൊക്കെയാണ്, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, കമാൻഡറി ഓൺ ദ ഭഗവത്ഗീത. അദ്ദേഹത്തിൻ്റെ ബുക്സും മറ്റുള്ളതൊക്കെ കേട്ടാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ട്രൂത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ആലോചിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനാണ് വർദ്ധ സ്കീം, അല്ലെങ്കിൽ ആ ഒരു ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് എന്തായിരുന്നു, ആബ്സലൂട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസമായിരുന്നു. പിന്നെ പേഴ്സണൽ സറണ്ടർ ടു ഹിസ് വിൽ, അത് നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫിൽ വരുന്നത്. ബിലീവ് ഇൻ ബ്രദർഹുഡ്, അദ്ദേഹം എന്താണ്, സാഹോദര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. സ്പിരിറ്റ് ഓഫ് റിനൗൺസിയേഷൻ, എന്താ ത്യാഗം അല്ലേ, ത്യാഗ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അദ്ദേഹം അഹിംസയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നോൺ വയലൻസിനൊക്കെയാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നെ ട്രൂത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ഫിലോസഫി, പിന്നെ അദ്ദേഹത്തിന് സഹജീവികളോടുള്ളൊരു നിരന്തരമായിട്ടുള്ളൊരു സേവനം, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷണൽ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്കറിയാം. നേരത്തെ പറഞ്ഞു അല്ലേ, ബ്രിട്ടീഷുകാരുടെ ആ ഒരു എഡ്യൂക്കേഷൻ, അതായത് ബുക്കിഷ് ആയിട്ടുള്ള, സ്റ്റെറൈൽ ആയിട്ടുള്ള, യാതൊരു യൂസും ഇല്ലാത്ത, എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ആയിരുന്നു ആര് പ്രവർത്തിച്ചിരുന്നത്, ഗാന്ധിജി. എങ്ങനെ എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഇതെഴുതി. അതെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വർദ്ധ സ്കീം. വർദ്ധ സ്കീം എന്ന് പറയുന്നത് അതെന്നായിരുന്നു, 1937 ആണ്. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബേസിക് എഡ്യൂക്കേഷൻ അഥവാ നൈൽ താലീം. അങ്ങനെയും ചോദിക്കാം. ബേസിക് എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിക്കാം, വർദ്ധ സ്കീം എന്താണെന്ന് ചോദിക്കാം, നൈൽ താലീം എന്താണെന്ന് ചോദിക്കാം. എന്ത് ചോദിച്ചാലും നിങ്ങൾക്കറിയാം എന്താണ്, ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1937 അതിൻ്റെ ചെയർമാനായിട്ട് ആരായിരുന്നു, സക്കീർ ഹുസൈൻ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണത്, സ്റ്റെറൈൽ ആയിട്ടുള്ള, ബുക്കിഷ് ആയിട്ടുള്ള, ഇന്ന് ബ്രിട്ടീഷുകാരുടെ എഡ്യൂക്കേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അല്ലേ. ഒരു സ്കീമാണ് വർദ്ധ സ്കീം. സെറ്റല്ലേ.
ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം എഡ്യൂക്കേഷൻ്റെ. അക്കോർഡിംഗ് ടു ഗാന്ധി, എഡ്യൂക്കേഷൻ മീൻസ് ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. അദ്ദേഹം എന്താ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? വെറുതെ ബുക്ക് വായിച്ച് ആ ഒരു അറിവ് നേടുക മാത്രമല്ല എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ? നമ്മളുടെ മൈൻഡ്, ബോഡി, സോൾ, അതായത് നമ്മുടെ ആത്മീയമായും ശാരീരികമായും മാനസികമായിട്ടും എന്തുണ്ടാവാം? നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാം. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ്റെ മെയിൻ പോയിന്റ്സുകൾ ഏതാണെന്ന് നോക്കാം. ഏതാ? ഫ്രീ എഡ്യൂക്കേഷൻ. അദ്ദേഹം പറഞ്ഞു ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം, മദർ ടങ് ആയിരിക്കണം, പിന്നെന്താ ക്രാഫ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം, പിന്നെ അടുത്തൊരു പോയിന്റ് ലേണിംഗ് ബൈ ഡൂയിങ്, സെൽഫ് സപ്പോർട്ടിങ്, പിന്നെ നോൺ വയലൻസിങ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 7 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്തായിരിക്കണം? എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം. കമ്പൽസറി ആയിട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം എന്താ? നമ്മൾ ആ ഒരു ടൈമിലെ ഇന്ത്യയിൽ എന്താണ് എക്കണോമിക്കലി നമ്മൾ വളരെ ബാക്കായിരുന്നു അല്ലേ. അപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ പാരൻസിന് എന്താണ് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ്റെ ആ ഒരു ചിലവൊന്നും വഹിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. അവർക്കൊണ്ട് ആ ഒരു പാവപ്പെട്ട ഫാമിലികളായിരുന്നു ഭൂരിഭാഗവും ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് നടക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? സ്കൂൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഫീസ് കാര്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച ആദ്യത്തെ കാര്യം. പിന്നെ അതിൽ മദർ ടങ്, എന്താ ഞാൻ പറഞ്ഞു നേരത്തെ, അവർ ബ്രിട്ടീഷുകാരെന്താ അവരുടെ ലാംഗ്വേജിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഓരോ ഏരിയയിലുള്ള ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് അവർക്ക് ആ ഒരു കാര്യങ്ങൾ അവരുടെ ലാംഗ്വേജിൽ പറയുമ്പോൾ എന്താണ് കൂടുതൽ അവർക്ക് ഉൾക്കൊള്ളാനും അവർക്കത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഓരോ ഏരിയയിലെ അതാത് ഭാഷ, ആ ഒരു ഭാഷയിലായിരിക്കണം ഉണ്ടാവേണ്ടത് അവരുടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവേണ്ടത്. ലോക്കൽ ലാംഗ്വേജ്, അത് ടീച്ചിങ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്. അടുത്തത് ക്രാഫ്റ്റ് സെൻറ്റേഡ്, അതായത് ചൈൽഡ് ഷുഡ് ബി ലേൺ ജോബ് ഓർ ക്രാഫ്റ്റ് ലൈക്ക് വേവിങ്, സ്പിന്നിങ് ഓർ ഫാമിങ്. നൂൽക്ക, അല്ലെങ്കിൽ മരപ്പണികൾ, ഫാമിങ്, ഇവയെല്ലാം കുട്ടികൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? പഠിപ്പിച്ചു കൊടുക്കണം. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും ബുക്ക് റീഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷനെ അല്ല ഗാന്ധിജി സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ എക്കണോമിക്കലി നമ്മൾ ബാക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്താ ഒരു എഡ്യൂക്കേഷനിൽ കൂടെ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നതോടുകൂടി തന്നെ അവരെന്തും കൂടിയും പഠിച്ചിരിക്കണം, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല എക്കണോമിക്കലി ബാക്ക് ആയതുകൊണ്ട് ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ കുട്ടികൾക്ക് ആ ഒരു കാര്യങ്ങളിൽ നിന്നും തന്നെ അവർ സ്കൂളിൽ പഠിക്കാൻ വരുന്നതോടെ തന്നെ അവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിൽ കാര്യങ്ങളായി വരുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു സമ്പാദ്യം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അവരുടെ പല കാര്യങ്ങൾക്കും ആ ഒരു പൈസ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി ചെറിയ രീതിയിൽ, അത് സെൽഫ് സപ്പോർട്ടിങ് കൂടി അവിടെ ലഭിക്കും. അതുകൊണ്ടാണ് ക്രാഫ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത്. പിന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, സ്റ്റുഡൻസ് ഷുഡ് ബി ലേൺ ബൈ ഡൂയിങ് പ്രാക്ടിക്കൽ വർക്ക്, നോട്ട് ബൈ ദ റീഡിംഗ് ബുക്ക്. അവർ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പഠിക്കുക, അത് അവർക്ക് എന്താണ് കൂടുതൽ പഠനം സുഖകരമാക്കാനായിട്ട് സഹായിക്കും അല്ലേ. വെറുതെ ബുക്ക് റീഡ് ചെയ്ത് വായിച്ച് ഇതാക്കുന്നതിനോട് എന്താണ് ഗാന്ധിജി എഗെയിൻസ്റ്റ് ആയിരുന്നു. പിന്നെ സെൽഫ് സപ്പോർട്ടിങ് നമ്മൾ പറഞ്ഞു, സ്കൂൾ ഷുഡ് ഏൺ മണി ബൈ സെല്ലിംഗ് തിങ്സ് മെയ്ഡ് ബൈ സ്റ്റുഡൻസ്. അവർക്കൊരു സ്വാശ്രയത്വം അല്ലേ, സെൽഫ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു സപ്പോർട്ടിങ് കിട്ടും അല്ലേ. അവർക്ക് ആ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആ ഒരു ചെറിയൊരു എമൗണ്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അവർക്കൊരു സന്തോഷമായിരിക്കും. പിന്നെ പേരൻസിന് എന്താണ് സ്കൂളിലേക്ക് വിടാനുള്ളൊരു ഇതുണ്ടാവും. ഇപ്പം ഇന്ന് കാലത്തെ പോലെയല്ല അന്ന്. നിങ്ങൾക്കറിയാവോ, പണ്ട് കാലങ്ങളിൽ എന്താണ് മിക്ക കുട്ടികളെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കില്ല. അവരെന്താണ് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കുന്നതിന് പകരം ഏതെങ്കിലും ജോലിക്കൊക്കെയാണ് പറഞ്ഞയക്കുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും ഒക്കെ കൂടി ആകുമ്പോൾ ഈ ഫാമിലിക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാണ്ട് ഇങ്ങോട്ട് ജോലിക്കൊക്കെ പറഞ്ഞയക്കണം. അപ്പം ആ കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടണം അല്ലേ. സ്കൂളിലേക്ക് വരുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നണം ജനങ്ങളിലേക്ക്, എങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, സ്കൂളിലേക്ക് പറഞ്ഞയക്കുള്ളൂ. ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നിങ്ങൾ ചിന്തിക്കരുത്, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. പിന്നെ മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളെ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം നമ്മൾ പഠിക്കും, നമുക്ക് നമ്മുടെ ഒരു ഇതിനോടൊരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അതുകൊണ്ടാണ് മാതൃഭാഷയിലായിരിക്കണം എന്ന് പറഞ്ഞത്.
പിന്നെ നോൺ വയലൻസ്, ദ എൻറ്റയർ സ്കൂൾ അറ്റ്മോസ്ഫിയർ ഷുഡ് ബി ബേസ്ഡ് ഓൺ പീസ്, ലവ് ആൻഡ് കോഓപ്പറേഷൻ, നോട്ട് കോമ്പറ്റീഷൻ. കുട്ടികളിൽ എന്തുണ്ടാക്കിയെടുക്കണം? അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫിൽ തന്നെ നമുക്കറിയാം അല്ലേ, അദ്ദേഹം എന്തിനാണ് ട്രൂത്തിന്, ലവിന്, പിന്നെ എന്താ സഹകരണം, ഇതിനൊക്കെ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ സ്കൂളിൽ കുഞ്ഞിലേ തൊട്ട് കുട്ടികളിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ കുട്ടികളിൽ വളർന്നു വരുമ്പോൾ എന്തായിരിക്കും, നല്ലൊരു സിറ്റീസണിനെ വാർത്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ മുഖേന എന്താണ്, നല്ലൊരു സിറ്റീസണിനെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് ആര് കണക്കൂട്ടിയിരുന്നത്? മഹാത്മാഗാന്ധി കണക്കൂട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ വർദ്ധ സ്കീമിൻ്റെ കുറച്ച് പോയിന്റ്സുകളാണ് അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിരിക്കണം, പിന്നെയോ സെൽഫ് സപ്പോർട്ട് ആയിരിക്കണം, നോൺ വയലൻസ് ആയിരിക്കണം, ക്രാഫ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം. അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ചാണെന്ന് ക്രാഫ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം, വൊക്കേഷണലൈസ്ഡ് ആയിരിക്കണം എഡ്യൂക്കേഷൻ. മനസ്സിലായ? പിന്നെന്താ പറഞ്ഞേ? പിന്നെ മദർ ടങ് അല്ലേ, നമ്മളെ മാതൃഭാഷാ വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. പിന്നെ സ്വയം പര്യാപ്തത കൈവരിക്കണം, സെൽഫ് സഫിഷ്യൻസി എന്ന് വെച്ചാൽ വിദ്യാലയങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത നേടണം. അപ്പോൾ ഈ കുട്ടികൾ നിർമ്മിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുക? വിൽക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനം അധ്യാപകരുടെ ശമ്പളത്തിനും സ്കൂൾ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയും കൂടി അദ്ദേഹം കരുതിയിരുന്നു. പിന്നെ ക്യാരക്ടർ ബിൽഡിങ്, എന്താ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അക്ഷരം പഠിക്കൽ മാത്രമല്ല, എന്താ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം കൂടിയാണ്. അതാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ നോൺ വയലൻസിൽ ലവ്, കോപ്പറേഷൻ, ഇതൊക്കെ എന്താണ് വളർത്തിയെടുക്കണം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഒരു വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത്. ഇനി നമുക്ക് 3H ഫോർമുലാസ്. എന്താണ് 3H ഫോർമുല? ഗാന്ധിജി ബിലീവ്സ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡെവലപ്പ് 3 തിങ്സ്: ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. എന്താ ഹെഡ്? തിങ്കിങ് ആൻഡ് നോളജ്, ബുദ്ധി അല്ലേ, ബുദ്ധിയുടെ വികാസം ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷനിലൂടെ. പിന്നെന്താ ഹാർട്ട്? ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം. ഹൃദയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ നോൺ വയലൻസ്, ട്രൂത്ത്, അങ്ങനെ മനഃശുദ്ധിയുള്ള നല്ല സ്വഭാവവും വാല്യൂസും ഒക്കെ ഉള്ളൊരു കുട്ടികളാക്കി വാർത്തെടുക്കണം. പിന്നെ ഹാൻഡ് ഹാർഡ് വർക്കിംഗ് അല്ലെ, ഹാർഡ് വർക്കിംഗ്, നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ളൊരു മടി അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനോടെയുള്ള ഗുണങ്ങൾ ആ കുട്ടികൾക്ക് എന്താണ് ചെറുപ്പത്തിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഹാൻഡ് വർക്കിംഗ് വിത്ത് ഹാൻഡ്, അധ്വാനം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞ എഡ്യൂക്കേഷനിൽ ഇന്നത്തെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഹെൽപ്പ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ്സ്, എന്താ സ്വയം തൊഴിൽ നൈപുണ്യം ഉണ്ടാവും അല്ലേ. നമ്മളുടെ ഓരോ വ്യക്തികളുടെയും അവരവർക്ക് ഉതകുന്ന രീതിയിലുള്ള സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ സഹായിക്കും. പിന്നെ ടീച്ചേഴ്സ് റെസ്പെക്റ്റ് ഫോർ വർക്ക്, എന്താ നമ്മൾ ആ ഒരു കുഞ്ഞിലേ തൊട്ട് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നതിനോട്, ഏതൊരു വർക്കിനോടും എന്തായിരിക്കും? റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഇറ്റ് ഫോക്കസ് ഓൺ ക്യാരക്ടർ ബിൽഡിങ്, മെയിനായിട്ട് എന്തിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്? ക്യാരക്ടർ ബിൽഡ് ചെയ്യണം, നല്ലൊരു ക്യാരക്ടർ, വാല്യൂസ്, നോൺ വയലൻസ്, ട്രൂത്ത്, ലവ്, അത് ബ്രദർഹുഡ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ആയിട്ട് കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ആ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതായിരുന്നു ആ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ സ്കീമിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളായി കണ്ടിരുന്നത്. Gandhiji want to create good citizens who are independent and honest. His idea are the base of today's vocational education in India. ഇപ്പം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതെങ്ങനെയാണ്? ഒരു +2ൻ്റെ കൂടെ തന്നെ എന്തും കൂടിയും കൊടുക്കുന്നുണ്ട്, ഒരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ റോൾ ഓഫ് ടീച്ചറും 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എസ് എഴുതുമ്പോൾ ഇതെല്ലാം ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുക, ഫിലോസഫി ലൈഫ്, എഡ്യൂക്കേഷണൽ ഫിലോസഫി, അതിൽ വർദ്ധ സ്കീം, പിന്നെ എന്താ 3RH, അങ്ങനെ എല്ലാം എഴുതിയിട്ട് ലാസ്റ്റാണ് കൺക്ലൂഷൻ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? നമ്മൾ റോൾ ഓഫ് ടീച്ചറും കൂടി ആഡ് ചെയ്ത് നോക്കുക. അതായത് അദ്ദേഹം എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കീമിൽ ഒരു ടീച്ചർ ഈസ് ദ റിയൽ ടെക്സ്റ്റ് ബുക്ക്. ടീച്ചർ മസ്റ്റ് ബി എ റോൾ മോഡൽ, ടീച്ചർ എന്തായിരിക്കണം? ആ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം. ആൻ ഐഡിയൽ ടീച്ചർ ഷുഡ് ബി ഫ്രീ ഫ്രം എനി അഡീഷൻസ്, ആ ടീച്ചറിന് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ടീച്ചർ എന്തായിരിക്കും? ഒരു നല്ലൊരു ക്യാരക്ടർ, ആ ടീച്ചർ തന്നെ എന്തായിരിക്കും? നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. അപ്പോഴല്ലേ കുട്ടികൾക്ക് ആ ഒരു മൂല്യം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും? ഒരു റോൾ മോഡൽ ആവാൻ പറ്റുള്ളൂ. ഹി ഷുഡ് ബി അവെയർ ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ടുവേർഡ്സ് സ്റ്റുഡൻസ് ആൻഡ് സൊസൈറ്റി. ഒരു ടീച്ചർ എന്ന നിലയിൽ എന്തായിരിക്കണം? ടീച്ചർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട്. പിന്നെ സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരോടൊക്കെ ഉള്ള ആ ടീച്ചറുടെ ഡ്യൂട്ടിയെ കുറിച്ച് എന്തായിരിക്കണം? എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം ആ ടീച്ചർക്ക്.
ഹെൽപ്പ് ടു ഡെവലപ്പ് ഹൈ മോറൽസ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഇൻ ദെയർ സ്റ്റുഡൻസ്. ടീച്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയണം? കുട്ടികളിൽ അവരുടെ നല്ല നല്ല ഗുണങ്ങൾ, അവരിൽ നല്ല മോറൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു ടീച്ചർ എന്ന നിലയിൽ ഉണ്ടായിരിക്കണം ടീച്ചേഴ്സിന്. ടീച്ചർ ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. ഒരു ടീച്ചർക്ക് കുട്ടികളിൽ എന്ത് ബാഡായതും ഗുഡായതും തരംതിരിക്കാനുള്ള കഴിവ് ആ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ആർക്ക് സാധിക്കണം? ഒരു ടീച്ചർക്ക് സാധിക്കണം. ഇതാണ് ഗാന്ധിജി ഒരു ടീച്ചറുടെ റോളായിട്ട് കണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാ? ടീച്ചർ ഈസ് എ റിയൽ ടെക്സ്റ്റ് ബുക്ക്. ടീച്ചർ മസ്റ്റ് ബി എ റോൾ മോഡൽ. ആൻ ഐഡിയൽ ടീച്ചർ ഷുഡ് ബി ഫ്രീ ഫ്രം എനി അഡീഷൻ. He should be aware of his duties towards students and society, help to develop high morals and strong characters in their students. Teacher should help the students to distinguish between good and bad. ഇങ്ങനെ ഒരു 3-4 പോയിന്റ്സ് പഠിച്ചു വയ്ക്കാം. നേരത്തെ നോക്കിയാൽ 3H എന്താന്ന് നോക്കിയാൽ അതുപോലെ 3R ഉണ്ട് കേട്ടോ. എന്താ? ഹി മീൻ റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക്സ്. എന്താ 3R എന്ന് പറയുമ്പോൾ എന്താ? റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക്സ്. മഹാത്മാഗാന്ധീസ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ഗാന്ധിജി ഹാഡ് കോൾഡ് എഡ്യൂക്കേഷൻ ആസ് എ 3R ആൻഡ് 3H. 3H നമുക്ക് നേരത്തെ പറഞ്ഞു എന്താ? ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. 3R എന്താ? റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക്സ്. അതുപോലെ അദ്ദേഹം കരിക്കുലം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞ? ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിരിക്കണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷിൻ്റെ ബുക്കിഷ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കീമുകൾ, കാര്യങ്ങൾ, പോയിന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും കരിക്കുലം എങ്ങനെയായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ചൈൽഡ് സെൻറ്റേർഡ്, കുട്ടികൾക്കാണ് അവിടെ എന്ത് പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നെ എന്താ? ആക്ടിവിറ്റി സെൻറ്റേർഡ് ആണ് അദ്ദേഹം ആഗ്രഹിച്ച കരിക്കുലം. പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ് അദ്ദേഹം എങ്ങനെയാണ്? പ്രൈമറി ക്ലാസ് ഓറൽ ടീച്ചിങ് ആയിരിക്കണം. സ്ട്രെസ് ഫോർ ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്. ലേണിംഗ് ബൈ ഡൂയിങ്ങിനും ലേണിംഗ് ബൈ എക്സ്പീരിയൻസിനായിരുന്നു എന്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ? എഡ്യൂക്കേഷൻ മദർ ടങ്ങിലായിരിക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം? മദർ ടങ് ആയിരിക്കണം. ടീച്ചിങ് ത്രൂ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ടീച്ചിങ് എങ്ങനെ? ക്രിയേറ്റിവിറ്റിയിലൂടെയും പ്രൊഡക്ടിവിറ്റിയിലൂടെ ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കണം എന്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം. അഡോപ്റ്റ് ലെക്ചർ, ക്വസ്റ്റ്യനിങ് ആൻഡ് ഡിസ്കഷൻ മെത്തേഡ്. ഗാന്ധിജിയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ ഏതൊക്കെ പോയിന്റ്സാണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്? നൈൽ താലീം ഓർ വർദ്ധ സ്കീം ഓർ ബേസിക് എഡ്യൂക്കേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ്സുകൾ ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ബോഡി, മൈൻഡ്, സോൾ. എന്താ? അദ്ദേഹം മൈൻഡിനും ബോഡിക്കും സോളിനും കൂടിയുള്ള എല്ലാം ഓൾ അറൗണ്ട് ഡെവലപ്മെൻ്റ് ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം 3Rഉം 3H ഉണ്ട്. 3R എന്താ? റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക്സ്. 3H എന്ന് പറയുന്നത് ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. അതൊക്കെ എന്താണെന്നറിയാം അല്ലേ? പിന്നെന്താ? നമ്മൾ വർദ്ധ സ്കീമിൽ വരുന്നതാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നായിരുന്നു അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ വരുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അദ്ദേഹം ജനുവരി 12 ജനിച്ചത്. അദ്ദേഹത്തെ നരേന്ദ്രനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള നെയിം. പിന്നെ അദ്ദേഹത്തിന് നമുക്ക് എന്തൊക്കെ പറയുന്നുണ്ട്? സൈക്ലോണിക് മോക്ക് ഫ്രം ഇന്ത്യ, പാട്രിയോട്ട് സൈന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ പറയുന്നത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെ തന്നെയാണ്. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണു? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നരേന്ദ്രനാഥ് വാസ് ബോൺ കാലിക്കറ്റ് ജനുവരി 12, 1863. പിന്നെ എന്താ? ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. അങ്ങനെ എഴുതിയാലും മതി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു ആയിരുന്നു ആര്? രാമകൃഷ്ണ പരമഹംസ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഹി സ്റ്റാർട്ടഡ് ദ രാമകൃഷ്ണ മിഷൻ ഇൻ 1899. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് എന്താ? രാമകൃഷ്ണ പരമഹംസ എന്നാണ്. ഹിസ് ബർത്ത്ഡേ ഈസ് ബീങ് സെലിബ്രേറ്റഡ് ആസ് ദ നാഷണൽ യൂത്ത് ഡേ ഇൻ ഇന്ത്യ. അല്ല, ഇന്ത്യയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദ വാസ് എ ഗ്രേറ്റ് ഇന്ത്യൻ ഫിലോസഫർ ആൻഡ് എ സോഷ്യൽ റീഫോമർ. ഹി ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ്
the only way to improve our society. His philosophy is known as a man-making education. അദ്ദേഹം വിചാരിച്ചിരുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റി, ഈ സൊസൈറ്റി ഡെവലപ്മെൻറ്റ് എന്തിലൂടെ മാത്രമേ നടക്കുള്ളൂ? ഒരു എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നടക്കുള്ളൂ. അതും ഒരു തലത്തിലുള്ള ആളുകൾക്ക് മാത്രമാണോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? അല്ല, എല്ലാവർക്കും കൊടുക്കണം. പാവപ്പെട്ടവർക്കും. പിന്നെന്താ, സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ കുറിച്ചും ഇദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ നമ്മൾ നോക്കി അതിൽ സ്ത്രീകളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതിന് പറയുന്ന ഒരു കഥ പോലെയാണ് പറയുന്നത്. ഒരു ബേർഡിന് പറക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ 2 ചിറകുകളും പ്രവർത്തിക്കണം. അല്ലാതെ ഒരു ചിറക് മാത്രം ഉണ്ടായതുകൊണ്ട് പക്ഷിക്ക് നല്ല രീതിയിൽ പറക്കാൻ സാധിക്കില്ല. അപ്പോൾ 2 ചിറകും വേണം. അതുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രമല്ല, ആർക്കും വേണം, സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ സ്ത്രീകളിലും എഡ്യൂക്കേഷൻ എത്തിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ്സ് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, ഇതിന് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഗാന്ധിജി എന്താ പറഞ്ഞ, ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ്, ബോഡി, മൈൻഡ്, സോൾ എല്ലാത്തിനും ഡെവലപ്മെൻറ്റ്സ് കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ. അങ്ങനെ പുറത്ത് നിന്ന് കൊണ്ടുവരേണ്ട ഒന്നുമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? എല്ലാ അറിവുകളും ഉണ്ട്. അല്ലാതെ പുറത്തുനിന്ന് കുറച്ച് ഇട്ടുകൊടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമല്ല. ഒരു ഹ്യൂമൻ, അതായത് ആ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? അയാൾക്ക് വേണ്ട എല്ലാ അറിവുകളും അയാൾക്കുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ്, അതായത് അയാൾ ഉള്ളിലുള്ള ആ ഒരു അറിവുകൾക്ക് എന്ത് കൊടുക്കണം? ഡെവലപ്മെന്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ പൂർണ്ണത കൊടുക്കാനാണ് എന്ത് സഹായിക്കേണ്ടത്? എഡ്യൂക്കേഷൻ സഹായിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് എഡ്യൂക്കേഷൻ, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്താണ്? എല്ലാ അറിവുകളും ആ കുട്ടിയിലുണ്ട്. അതെന്താ? ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുറത്തു നിന്നൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും എന്താണ്? ഒരു വ്യക്തിക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനൊന്ന് മനസ്സിലാക്കി ആ ഒരു സപ്പോർട്ട് കൊടുക്കുക. കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട്, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഡെവലപ്മെന്റ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പറയണ അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ആട്ടോ. അക്കോർഡിംഗ് ടു ഹിം, നോളജ് ഈസ് ഇൻഹറന്റ് ഇൻ മാൻ. വാട്ട് യൂണിവേഴ്സ് ഈസ് കോൾഡ് നോയിങ്. ബൈ അൺകവറിംഗ് വൺസ് ഓവൺ സോൾ, വൺ ഡിസ്കവേഴ്സ് നോളജ്. നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളായ ഒരു നോളജ് കണ്ടെത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ആ വ്യക്തിക്ക് എല്ലാ നോളജും അയാൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്. അതെന്ത് കണ്ടെത്താനാണ് സഹായിക്കേണ്ടത്. നോളജ് ഈസ് ഹൈഡൻ ഇൻ ദ മൈൻഡ് ആൻഡ് മാൻ. അത് ഈ അറിവുകൾ എന്താണ്? ഒളിഞ്ഞിരിക്കുകയാണ്. അതിനൊന്ന് പൊടി തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് ഡെവലപ്പ് ആക്കി കൊടുക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്? എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ ഇസ് ദ കീ ടു ഓൾ നോളജ്. കോൺസെൻട്രേഷൻ ആണ് എല്ലാ നോളജുകളുടെയും കീ ആയിട്ട് അദ്ദേഹം കണ്ടത്. അത് 1 വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോൺസെൻട്രേഷൻ ഇസ് ദ കീ ടു ഓൾ നോളജ്. അദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസ് ഏതൊക്കെയാ? കർമ്മയോഗ, രാജയോഗ, അഡ്രസ്സസ് ഓൺ ഭക്തി യോഗ, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പബ്ലിക്കേഷൻസ്. ഇനി എഡ്യൂക്കേഷൻ ഫിലോസഫി. അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. എന്ന് വെച്ചാൽ, അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മനുഷ്യനിൽ നേരത്തെ തന്നെ എന്താണ്? പൂർണ്ണതയും അത് എല്ലാം ആ ആൾ ജനിക്കുമ്പോൾ തന്നെയുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്താൽ മതി? ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ട കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടത്. ഹി ബിലീവ് ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് ടീച്ചിങ്. അദ്ദേഹം എന്താണ്? സെൽഫ് ടീച്ചിങ്ങിനെയൊക്കെ ബിലീവ് ചെയ്തിരുന്ന ഒരാളാണ്. ഒരു ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു കുട്ടിയിൽ എന്താണ്? എല്ലാ കഴിവുകളും ഉണ്ട്. അതിനെന്ത് ചെയ്യുക? ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു എൻവിറോൺമെൻറ്റും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക, അല്ലേ? ദ ടീച്ചർ ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്, പ്രൊവൈഡ് ഹിം എ സ്യൂട്ടബിൾ എൻവിറോൺമെൻറ്റ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ഹിസ് പ്രോപ്പർ ഗ്രോത്ത്. ആ കുട്ടിക്ക് വേണ്ട ശരിയായ വളർച്ചയ്ക്ക് വേണ്ട ഒരു എൻവിറോൺമെൻറ്റ്, അല്ലെങ്കിൽ ആ കുട്ടിയിലുള്ള കഴിവുകൾ എന്താ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്? ടീച്ചർ ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കി കൊടുക്കുക, ആത്മീയ ചിന്തകൾ. ആ ഒരു നേരത്തെ പറഞ്ഞില്ലേ, കോൺസെൻട്രേഷൻ കീ ഓഫ് ഓൾ നോളജ്. ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ബ്രഹ്മചര്യ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ, അത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്താണ്? ആ കുട്ടി തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. എയിം ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു ഗിവ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ടു ദ ചൈൽഡ്. അതുപോലെ ടീച്ചർ എന്താ? എൻകറേജ് ചെയ്ത് കൊടുക്കുക കുട്ടീനെ. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ സ്വയം അവരുടെ
കണ്ടെത്തി പഠിക്കാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഹി എൻകറേജ് ദ ചൈൽഡ് ടു യൂസ് ഹിസ് മൈൻഡ്, ബോഡി ആൻഡ് സെൻസ് ഓർഗൻ പ്രോപ്പർലി ആൻഡ് അച്ചീവ് മാക്സിമം ഡെവലപ്മെൻറ്റ്. ആ കുട്ടിക്ക് അവരുടെ അത് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ആ ഒരു മൈൻഡും കോൺസെൻട്രേഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു ടീച്ചർ എന്ന നിലയിൽ അത് മാത്രമേ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടേതായ ഒരു ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് മാക്സിമം ഡെവലപ്മെൻറ്റ്സ് പോസിബിൾ ആവും എന്നാണ് ആര് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. കീ പ്രിൻസിപ്പിൾസ് ആയിട്ട് എന്തൊക്കെ എഴുതാൻ പറ്റും? സെൽഫ് റിയലൈസേഷൻ. നമ്മൾ പറഞ്ഞല്ലേ, ടീച്ചർ എന്ത് ചെയ്താൽ മതി, ആ കുട്ടിക്ക് നോളജ് കണ്ടെത്താനായിട്ടുള്ളൊരു ഹെൽപ്പറായിട്ട് നിന്നാൽ മതി എന്ന്. നോളജ് വിത്ത്നെസ്. നോളജ് എന്താണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ദ ടീച്ചർ ഓൺലി ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ഡിസ്കവർ ഹിസ് നോളജ്. ടീച്ചർ എന്ത് ചെയ്താൽ മതി, ആ കുട്ടിയുടെ നോളജ് കണ്ടെത്താൻ വേണ്ടി ഒരു സഹായം, ഹെൽപ്പറായിട്ടാണ് നിൽക്കേണ്ടതെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. ക്യാരക്ടർ. പിന്നെ രണ്ടാമത്താണ് ക്യാരക്ടർ ബിൽഡിംഗ്. The main goal of education is build a strong character. It should teach truth, encourage and self-confidence. അതായത് ഗാന്ധിജി പറഞ്ഞ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ആ ക്യാരക്ടർ ബിൽഡിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എങ്ങനെയുള്ളത്, സത്യമായിട്ടും ധൈര്യം, അതൊക്കെ കോൺഫിഡൻസ്, ഇതൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് എന്താ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ബ്രഹ്മചര്യ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. ഹി ബിലീവ് ദ കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് ഈസ് ദ കീ ടു ഓൾ നോളജ്. നമ്മളുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സ്ട്രീം ലെവലിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന ആ ഒരു പറയുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ്സ് പൂർണ്ണമായിട്ടും ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡാണ് അദ്ദേഹം കൂടുതലായിട്ട് ഊന്നൽ നൽകി പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. And the education should make a person believe in themselves. Faith oneself is the first step to success. അതായത് നമ്മളിൽ തന്നെയുള്ളൊരു വിശ്വാസം, അതായത് എനിക്കത് സാധിക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് കഴിയും എന്നുള്ളൊരു ബിലീവ് ആ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെന്താ, ആ കുട്ടിയുടെ മൈൻഡ് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാ പറയണേ, ബാക്കി എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ, ആ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആ എല്ലാ കഴിവുകളും ഉണ്ട്. അത് കണ്ടെത്തി എന്നെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ എന്നെ പറ്റും, ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കലാണ് എന്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. റിലീജിയസ് എഡ്യൂക്കേഷൻ, എന്താ മതപരമായ എഡ്യൂക്കേഷൻ. അദ്ദേഹം എന്താ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന മതവിശ്വാസങ്ങളൊക്കെ അല്ലെങ്കിൽ ആത്മീയത, അതെന്താണ് നല്ല കാര്യങ്ങളിലേക്ക് കുട്ടികളെ നയിക്കും. ആത്മീയത ഉണ്ടെങ്കിൽ എന്താണ് കുട്ടികൾ നല്ല രീതിയിലേക്ക് അത് അദ്ദേഹം പ്രത്യേകം പറയുന്നത്. ഹി സപ്പോർട്ടഡ് ദ ടീച്ചിങ് ഓഫ് യൂണിവേഴ്സൽ സ്പിരിച്വൽ വാല്യൂസ്. സ്പിരിച്വൽ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുക. നോട്ട് റിച്വൽസ്, അതായത് അന്ധവിശ്വാസങ്ങൾ മറ്റുള്ളതല്ല, അല്ലാതെ നല്ല മതപരമായ കാര്യങ്ങൾ, നമ്മളുടെ സാംസ്കാരികമായ കാര്യങ്ങളല്ല ഈ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ പെടും. വിവേകാനന്ദൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? മാൻ മേക്കിംഗ് ആൻഡ് ക്യാരക്ടർ ബിൽഡിംഗ് എഡ്യൂക്കേഷനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. വിവേകാനന്ദ സേഡ്, വി വാണ്ട് ടു ദ എഡ്യൂക്കേഷൻ ബൈ വിച്ച് ക്യാരക്ടർ ഈസ് ഫോംഡ്, സ്ട്രെങ്തൻ ഓഫ് മൈൻഡ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദ ഇൻ്റലക്റ്റ് ഈസ് എക്സ്പാൻഡ്. ഇറ്റ് ഷുഡ് മേക്ക് എ പേഴ്സൺ ഇൻഡിപെൻഡൻറ്റ്. ഇറ്റ് ഷുഡ് ഡെവലപ്പ് എ സോഷ്യൽ ഫീലിംഗ്. അടുത്തത് ഒരു ടീച്ചറുടെ റോൾസ് എന്താണെന്നല്ല, നമ്മൾ നേരത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. ടീച്ചർ എന്തായിരിക്കണം, കുട്ടികൾക്ക് വേണ്ട എൻവിരോൺമെൻറ്റ്, പ്രോപ്പറായിട്ടുള്ള ഗ്രോത്തിന് വേണ്ട എൻവിരോൺമെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ്, അവരുടെ മൈൻഡ്, പിന്നെ ബോഡി ആൻഡ് സെൻസ് ഓർഗൻസ് യൂസ് പ്രോപ്പർലി, അല്ലെ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ എന്താണ്, അച്ചീവ് ദ മാക്സിമം ഡെവലപ്മെൻറ്റ്സ്. ആ 2 പോയിന്റ്സും കൂടി ഇതിൽ എഴുതാം കേട്ടോ. ഹി എൻകറേജ് ദ ചൈൽഡ് ടു യൂസ് ഹിസ് മൈൻഡ്, ബോഡി ആൻഡ് സെൻസ് ഓർഗൻ പ്രോപ്പർലി ആൻഡ് അച്ചീവ് മാക്സിമം ഡെവലപ്മെൻറ്റ്സ്. പിന്നെ ദ ടീച്ചർ ഈസ് എ ഗുരു ആൻഡ് ഗൈഡ്. ടീച്ചർ എന്തായിരിക്കണം, ഒരു ഗുരുവും വഴികാട്ടിയുമായിരിക്കാം. ദ ടീച്ചർ ഷുഡ് ഹാവ് ഹൈ മോറൽ വാല്യൂസ് ആൻഡ് ഷുഡ് ലവ് ദ സ്റ്റുഡൻസ്. ടീച്ചർ എന്താണ്, കുട്ടികളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. പിന്നെ എന്താണ്, ആ ടീച്ചർക്ക് നല്ല മോറൽ വാല്യൂസ് ഉണ്ടാവണം. The teacher's job is remove the obstacles and the children's and let the child learn.
അതായത് ഒരു ചെടി വളർന്നു വരണമെങ്കിൽ എന്താണ് അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ടത്, ആ ചെടിയിൽ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിന് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം എന്ത് കാണുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ എന്തുണ്ട്, എല്ലാ കാര്യങ്ങളും മോറൽ വാല്യൂസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് വേണ്ട. അപ്പോൾ ആ ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ പറഞ്ഞില്ലേ തടസ്സങ്ങൾ, ആ ഒരു ചെടി വളരാൻ വേണ്ടിയുള്ള തടസ്സങ്ങൾ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ചെടി നല്ല രീതിയിൽ വളരൂലേ. അപ്പോൾ അതുപോലെയാണ് എന്ത് ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല മോറൽ വാല്യൂസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊടുക്കലാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം മാത്രമാണ് എഡ്യൂക്കേഷൻ ഫോർ വുമൺസ്, ഒരു വുമൺസിന് സ്ത്രീകളിലേക്കും എഡ്യൂക്കേഷൻ വേണം, പിന്നെ പാവപ്പെട്ടവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഗ്രോത്ത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവേകാനന്ദ സ്ട്രോങ്ലി സപ്പോർട്ടഡ് വുമൺസ് എഡ്യൂക്കേഷൻ. ഹി ബിലീവ് ദാറ്റ് നോ നേഷൻ ക്യാൻ ഗ്രോ വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഇറ്റ്സ് വുമൺസ്. അല്ലെ, ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് എഡ്യൂക്കേഷൻ കൊടുക്കാതിരുന്നാൽ എന്താണ് ആ ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. ഹി ഓൾസോ അഡ്വക്കേറ്റ് ഫോർ മാസ് എഡ്യൂക്കേഷൻ സ്പെഷ്യലി ഫോർ ദ പുവേഴ്സ്. അതുപോലെ പാവപ്പെട്ടവർക്കും എന്ത് വേണം, എഡ്യൂക്കേഷൻ പാവപ്പെട്ടവരിലേക്കും എത്തുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്താണ്, മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ. മറ്റേത് എന്തായിരുന്നു, ബോഡി മൈൻഡ് ആൻഡ് സോൾ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഒരിക്കലും തെറ്റേയില്ല, ടെൻഷൻ വരികയില്ല. പിന്നെ എന്താ, മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ആയിരിക്കണം, ക്യാരക്ടർ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം. പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്. കോൺസെൻട്രേഷൻ അഥവാ ബ്രഹ്മചര്യം, അതും ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആരാ, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ പോയറ്റ് ആൻഡ് തിങ്കേഴ്സ്. അദ്ദേഹം ആരാണ്, ഒരു പോയറ്റ് കൂടിയായിരുന്നു അല്ലേ, നമുക്കറിയാം. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അറ്റ് ശാന്തിനികേതൻ. അദ്ദേഹമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഹിസ് എഡ്യൂക്കേഷൻ ഫിലോസഫി ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറലിസം. അദ്ദേഹം എന്താ പറയുക, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പഠിക്കേണ്ടത്. അതായത് ഒരു കുട്ടീനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി പ്രകൃതിയിലേക്ക്, ബാക്കിയെല്ലാം ആ കുട്ടി അവിടെ നിന്ന് പഠിച്ചോളും. അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ മാത്രമേ ആര് ചെയ്തു കൊടുക്കേണ്ടൂ, ഒരു ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞത്, രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിന് ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഇതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, കുറച്ച് മൈ സ്കൂൾ, സാധന, ഗ്രേറ്റ് ഇന്ത്യ, ദ ഗാർഡൻ, ക്രിയേറ്റീവ് യൂണിറ്റി, പേഴ്സണാലിറ്റി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് പബ്ലിക്കേഷൻസ് ആണ്. ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈ സ്കൂൾ ആരുടേതാ പബ്ലിക്കേഷൻ, ആരുടേതാ, രവീന്ദ്രനാഥ് ടാഗോർ. മൈ സ്കൂൾ ആരുതാ, രവീന്ദ്രനാഥ് ടാഗോർ. 1 മാർക്ക് കളയരുത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ്, ദൈവം ഒന്നാണെന്നും മനുഷ്യന്റെയും പ്രകൃതിയുടെയും സൃഷ്ടാവ് ദൈവമാണെന്നും രവീന്ദ്രനാഥ് ടാഗോർ വിശ്വസിച്ചിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും ഒരു ഐക്യമുണ്ടെന്നും അദ്ദേഹം കരുതി. ടാഗോർ ഒരു പ്രകൃതിവാദിയായിരുന്നു. ടാഗോർ ബിലീവ്ഡ് ഇൻ ദ വേദാസ്. ഹി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഗോഡ് ഈസ് വൺ ആൻഡ് ഹീ ഈസ് ദ ക്രിയേച്ചർ ഓഫ് മാൻ ആസ് വെൽ ആസ് ദ നേച്ചർ. ദൈവം ഒന്നേ ഉള്ളൂ, അതാണ് എന്തിനേയും മനുഷ്യനെയും പ്രകൃതിയെയും സൃഷ്ടിച്ചത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഇൻ ഹിം ആൻഡ് ത്രൂ ഹിം വി ഫൈൻഡ് യൂണിറ്റി ബിറ്റ്വീൻ മാൻ ആൻഡ് യൂണിറ്റി ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലും വേർപെടുത്താനാവാത്തൊരു ബന്ധമുണ്ടെന്നും ആ ബന്ധം എന്താ, ദൈവത്താൽ കോർത്തപ്പെട്ടതാണെന്നുമാണ് ആ വരികളിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ടാഗോർ അതുപോലെ ആരായിരുന്നു, ഒരു പ്രകൃതിവാദിയായിരുന്നു അല്ലെ. നാച്ചുറലിസം ആണ് അദ്ദേഹത്തിന്റെ, പ്രകൃതിവാദമായിരുന്നു അദ്ദേഹത്തിന്റെ.
അദ്ദേഹം ദൈവത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു അല്ലെ. ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് എവറിത്തിങ്. ത്രൂ ഗോഡ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ നാച്ചുറൽ വേൾഡ് അല്ലെ. മനുഷ്യർ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഓഫ് ലൈഫിൽ എഴുതാം. അടുത്തത് എഡ്യൂക്കേഷൻ ഫിലോസഫി. അദ്ദേഹം എങ്ങനെയാണ് എഡ്യൂക്കേഷനെ കണ്ടിരുന്നത്? അക്കോർഡിംഗ് ടു ഹിം ദർ ആർ 3 സോഴ്സ് ഓഫ് നോളജ്. ഏതൊക്കെയാണ് 3 സോഴ്സ്? നാച്ചർ, ലൈഫ് ആൻഡ് ടീച്ചർ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. അദ്ദേഹം ഏതൊക്കെ 3 നോളജ് സോഴ്സ് ഏതൊക്കെയാണ്? നാച്ചർ, ലൈഫ് ആൻഡ് ടീച്ചർ. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ട് ക്ലാസ് റൂമിലിരുത്തി പഠിപ്പിക്കേണ്ടതല്ല. പിന്നെയോ ആ ബേർഡിനെ പോലെ പ്രകൃതിയിലേക്ക് പറന്നിറങ്ങിയാണ് എന്താ പഠിക്കേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് എഡ്യൂക്കേഷനെ കുറിച്ച്. ടാഗോർ ബിലീവ്ഡ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ലേൺ ഇൻ എ നാച്ചുറൽ എൻവിറോൺമെന്റ്, നോട്ട് ഇൻസൈഡ് 4 wall ഓഫ് ക്ലാസ് റൂം. ഹി കോൾഡ് സ്കൂൾ കേജസ് ആൻഡ് വാണ്ട് ചിൽഡ്രൻസ് ടു ബി ഫ്രീ ലൈക്ക് ബേർഡ്സ് അല്ലെ. 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ട് പഠിപ്പിക്കുകയല്ല വേണ്ടത്. പിന്നെയോ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നാണ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്? എഡ്യൂക്കേഷൻ നേടേണ്ടത്. കാരണം നേരത്തെ അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ലൈഫിൽ പറയുന്നുണ്ടല്ലേ, പ്രകൃതിയും മനുഷ്യനും എന്താണ്? ഒന്നാണ്, ഒരു സൃഷ്ടിയാണ്, ദൈവം ഒന്നേ ഉള്ളൂ. അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. അദ്ദേഹത്തിന് 3 പ്രിൻസിപ്പിൾസ് 1 മാർക്ക് 2 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതാന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഏതൊക്കെയാ? ഫ്രീഡം, നാച്ചുറലിസം ആൻഡ് ക്രിയേറ്റിവിറ്റി. ഏതൊക്കെയാ? ഫ്രീഡം, നാച്ചുറലിസം ആൻഡ് ക്രിയേറ്റിവിറ്റി. Children should have the freedom to think, act and learn. There should be no strict rules or punishment. കുട്ടികൾ എന്താണ് നേരത്തെ പറഞ്ഞു അല്ലേ, ആ പ്രകൃതിയിലേക്ക് ഇണങ്ങി ചേർന്നാണ് പഠിക്കേണ്ടത്. അങ്ങനെ സ്ട്രിക്റ്റ് കാര്യങ്ങളോ പണിഷ്മെൻറ്റോ കൊടുത്തല്ല കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. പിന്നെ നാച്ചുറലിസം. ലേണിംഗ് ഷുഡ് ഹാപ്പൻ ഇൻ ദ ലാപ്പ് ഓഫ് നേച്ചർ. നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ആരാ ടീച്ചർ? നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അദ്ദേഹം ആ ഒരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ക്രിയേറ്റിവിറ്റി. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ക്രിയേറ്റീവ് സ്കിൽസ് ലൈക്ക് മ്യൂസിക്, ആർട്സ്, ഡാൻസ് ആൻഡ് ഡ്രാമ. ഇദ്ദേഹത്തിന് 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് വിട്ടുകളയാതെ പഠിക്കണം കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താ, മദർ ടങ് അല്ലെ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടീച്ചിങ് എന്തായിരിക്കണം? മദർ ടങ്ങിലായിരിക്കണം. പിന്നെ അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ് ശാന്തിനികേതനിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി പണിതു അല്ലെ, ഫൗണ്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അനുസരിച്ച് ആ ഒരു സ്കൂളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശാന്തിനികേതനെ കുറിച്ച്, ടാഗോർ സ്റ്റാർട്ട്സ് എ സ്കൂൾ ഇൻ ശാന്തിനികേതൻ ടു പ്രാക്ടീസ് ഹിസ് ഐഡിയാസ്. സ്റ്റുഡൻസ് ലീവ്ഡ് ആൻഡ് ലേൺഡ് അണ്ടർ ട്രീസ്. അവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിനോട് സാമ്യമാകുന്ന രീതിയിലായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറയുന്നത്. ദ പ്രാക്ടീസ്ഡ് മെഡിറ്റേഷൻ ആൻഡ് ലീവ്ഡ് എ സിമ്പിൾ ലൈഫ്. ഇറ്റ് ലാറ്ററൽ ബിക്കം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അതാണ് പിന്നീട് എന്തായി മാറിയത്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയായി മാറിയത്. നമ്മളിപ്പോൾ 3 ആളുടെ പഠിച്ചു. ഒരു കമ്പാരിസൺ പോലെ 3 ആളെ നോക്കാം. ഗാന്ധിജി എന്തായിരുന്നു? ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെയാണ് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. നമ്മുടെ സ്വാമി വിവേകാനന്ദനോ മാനിഫെസ്റ്റേഷൻ, അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അവൻ ജനിക്കുമ്പോൾ തന്നെ എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ അതിനെന്ത് എന്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കണം എന്ത് എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ടാഗോർ എന്താ ഫോക്കസ് ചെയ്തത്? ആർട്സ്, നാച്ചുറൽ ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ 3 മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അതൊക്കെയാണെന്ന്. പിന്നെ 2-3 ആളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മീഡിയം അല്ലെ, പഠിപ്പിക്കുന്ന ഒരു മീഡിയം എന്തായിരിക്കണം? മദർ ടങ് ആയിരിക്കണം. ആ ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ മാത്രമേ എന്തിന് ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളൂ? വുമൺസിൻ്റെ എഡ്യൂക്കേഷന് ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളൂ. ഇന്നുള്ള എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് ടാഗോറിൻ്റെ കാണുന്നത്? ടാഗോർസ് ഐഡിയാസ് ആർ സീൻ ഇൻ ടുഡേസ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. പിന്നെ മോഡേൺ സ്കൂൾസ് നൗ ഗീവ് ഇമ്പോർട്ടൻസ് ടു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് മ്യൂസിക്, ഡാൻസ് വിച്ച് ടാഗോർ സപ്പോർട്ടഡ് ലോങ് എഗോ അല്ലെ. ഇന്നത്തെ എഡ്യൂക്കേഷനിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താ, അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നാച്ചുറലിനോട് ഇണങ്ങി ചേർന്നുള്ള വിദ്യാഭ്യാസത്തിനാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ടത് മൈ സ്കൂൾ, അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ്, അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ നാച്ചുറലിസം, ശാന്തിനികേതൻ,
ഫ്രീഡം, അദ്ദേഹം എന്താ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് പഠിക്കേണ്ട കാര്യമല്ല, പ്രകൃതിയോട് ഇണങ്ങിയാണ് പഠിക്കേണ്ടതെന്നാണ് ആര് പറഞ്ഞത്? രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. പിന്നെ ആർട്സ്, മ്യൂസിക്, ഡാൻസ് അതിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം എന്ത് എഡ്യൂക്കേഷൻ കൊണ്ടുപോകാൻ. പിന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ലോക സമാധാനം. നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ആരതാ? ജിതു കൃഷ്ണമൂർത്തിയാണ്. അദ്ദേഹം 1895 മെയ് 12 ആന്ധ്രാപ്രദേശിലെ മദനപള്ളിയിൽ ജനിച്ചു. അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. പിന്നെയോ അദ്ദേഹം ഒരുപാട് ഫേമസ് ആയ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. അതിലൊരു ഫേമസ് ആയ സ്കൂളാണ് ഇത് ഋഷിവാലി സ്കൂൾ എന്നാണ് 1926 ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് അദ്ദേഹം ഋഷിവാലി സ്കൂൾ സ്ഥാപിച്ചത്. മെയിൻ പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ? വൺ സെൽഫ് നോളജ്, ദ റിവല്യൂഷൻ ഫ്രം വിത്തിൻ, ലൈഫ് എഹെഡ്, എഡ്യൂക്കേഷൻ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. പിന്നെ അദ്ദേഹം ഫിലോസഫി ഓഫ് ലൈഫ് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ മനോഭാവവും ആത്മീയമായ ഉണർവും ഒരേപോലെ ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു പുതിയ മനസ്സ് രൂപപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റ് അല്ലേ, അദ്ദേഹം ടോട്ടൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാൻ നോക്കുന്നത്. ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് എന്താ? കേവലം അറിവ് പകരുക എന്നതിലുപരി കുട്ടികളുടെ ചിന്താശേഷിയും വ്യക്തിത്വവും വളർത്തിയെടുക്കുന്നതിലാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് നമ്മിപ്പോൾ പറഞ്ഞത്. അതുപോലെ ഇൻട്രൊഡക്ഷനിൽ എന്താ? ജിതു കൃഷ്ണമൂർത്തി വാസ് എ വേൾഡ് ഫേമസ് ഇന്ത്യൻ ഫിലോസഫർ ആൻഡ് എഡ്യൂക്കേറ്റർ. ഹി ഫൗണ്ട് മെനി സ്കൂൾസ് ഇൻക്ലൂഡിംഗ് ദി ഫേമസ് ഋഷിവാലി സ്കൂൾ ഇൻ ആന്ധ്രാപ്രദേശ്. ഹിസ് ഐഡിയ ഫോക്കസ് ഓൺ ദ ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് അല്ലെ. ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനമായിരുന്നു എൻ്റെ എഡ്യൂക്കേഷനിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. മെയിൻ കൺസെപ്റ്റ് റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു വെറുതെ എക്സാം എഴുതി പാസ്സാവുക അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താ? അല്ലെങ്കിൽ ഒരു പാസ്സായി ഒരു ജോലി വാങ്ങുക എന്നുള്ളതല്ല. പിന്നെയോ നമ്മളുടെ ജീവിതത്തിലെ ഫിയർ മറ്റുള്ളതൊക്കെ മാറ്റി നമ്മളുടെ ഒരു ജീവിതത്തിന് ഓരോരുത്തർക്ക് ഒരു പർപ്പസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവാം അല്ലെ. അതെന്താണെന്ന് മനസ്സിലായി അതനുസരിച്ച് ജീവിക്കുക, പ്രസന്റിൽ ജീവിക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹം എഡ്യൂക്കേഷൻ എന്നതിലൂടെ അർത്ഥമാക്കിയിരുന്നത്. അത് അദ്ദേഹം ഒറ്റ വാക്കി പറഞ്ഞെന്താ? ദ റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. അക്കോർഡിംഗ് ടു കൃഷ്ണമൂർത്തി, ദ റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പാസിംഗ് എക്സാംസ് ഓർ ഗെറ്റിംഗ് ജോബ് അല്ലെ. വെറുതെ ഒരു എക്സാം പാസ്സാവുകയോ ഒരു ജോലി വാങ്ങുകയോ അല്ല എൻ്റെ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് വിത്തൗട്ട് ഫിയർ. നമ്മൾ ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നമ്മളുടെ ഒരു കർമ്മങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെയാണ് അദ്ദേഹം എഡ്യൂക്കേഷൻ എന്നതിലൂടെ പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ കണ്ടെത്തി ആ ഒരു ഫിയർലെസ് ആയിട്ട് പേടി കൂടാതെ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ പറഞ്ഞിരുന്നത്. ഏതൊക്കെയായിരുന്നു കീ പ്രിൻസിപ്പിൾസ്? ഫ്രീഡം ഫ്രം ഫിയർ അല്ലെ, ഭയത്തിൽ നിന്നുള്ള മോചനം. കൃഷ്ണമൂർത്തി ബിലീവ്ഡ് ദാറ്റ് ഫിയർ ഡിസ്ട്രോയ് ദ മൈൻഡ്. എഡ്യൂക്കേഷൻ ഷുഡ് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ വേർ ദർ ഈസ് നോ ഫിയർ ഓഫ് എക്സാം, ടീച്ചേഴ്സ് ഓർ സൊസൈറ്റി. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താവരുത്? ഒരു പരീക്ഷ പേടി അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പേടി അല്ലെങ്കിൽ സൊസൈറ്റിനെ പേടി അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാവരുത്. അല്ലെങ്കിൽ അതൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ആരെ സഹായിക്കണം? കുട്ടികളെ സഹായിക്കുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ്, അടുത്ത പോയിന്റ് ആണ് ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ്. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ദ മൈൻഡ്, ഹാർട്ട് ആൻഡ് ബോഡി അല്ലെ. ഗാന്ധിജി പറഞ്ഞ പോലെ എന്താണ്? എഡ്യൂക്കേഷനിലൂടെ എന്തായിരിക്കണം? മൈൻഡ്, നമ്മുടെ മനസ്സും, ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വാല്യൂസ് അല്ലെ, പിന്നെ ബോഡി ടുഗദർ, ഇതെല്ലാം കൂടി എന്താണ്? എല്ലാം ഡെവലപ്പ് ആവണം. ഫുള്ളി ഡെവലപ്മെന്റ്സ് ആണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അല്ലെ. ഇറ്റ് ഷുഡ് നോട്ട് ഫോക്കസ് ഓൺലി ഓൺ മെമ്മറി ഓർ ഇന്റലിജൻസ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താവരുത്? ഒരു ആളുടെ മെമ്മറി പവറിനെ അളക്കുന്നതോ അല്ലെങ്കിൽ കഴിവിനെ ഇന്റലിജൻസിന് മാത്രം അളക്കുന്ന രീതിയിലോ ആവരുത് എന്ത് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
അതായത് എക്സാം ഓറിയന്റഡ് അങ്ങനൊന്നും ആവരുത്. അതായത് കാണാപ്പാടം പഠിക്കുക, അത് പോയി പരീക്ഷയിൽ എഴുതി വയ്ക്കുക, അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാവരുത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പകരം ആ കുട്ടിയുടെ ബോഡി മൈൻഡ് എല്ലാത്തിനും എന്താണ് ഡെവലപ്പ് നൽകുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ത് എഡ്യൂക്കേഷൻ. ഒബ്സർവേഷൻ ആൻഡ് അവയർനെസ്. സ്റ്റുഡൻസ് ഷുഡ് ബി taught to observe nature and their own thoughts without any prejudice. അതായത് ഒരു സ്റ്റുഡൻസ് എന്തായിരിക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ അന്തരീക്ഷമൊക്കെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവ് ആർക്ക് വേണം, കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. ദെയർ ഓവൺ തോട്ട്സ് വിത്തൗട്ട്, അതായത് മുൻവിധികളോടുകൂടിയുള്ള ധാരണയിലാവരുത് ഒരു കാര്യത്തെ കുട്ടികൾ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്ന രീതിയിലായിരിക്കണം എന്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ആയിരുന്നു ജിതു കൃഷ്ണമൂർത്തി പറയുന്നത്. പിന്നത്തേത് നോ കോമ്പറ്റീഷൻ. എന്ത് പാടില്ല, കോമ്പറ്റീഷൻ പാടില്ല അല്ലെ. കുട്ടികൾക്കിടയിൽ മത്സര ബുദ്ധികൾ വളർത്തുന്ന രീതിയിലുള്ളതാവരുത് എഡ്യൂക്കേഷൻ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി ടെസ്റ്റ് പോലെ, അതായത് ഓർത്ത് കാണാപ്പാടം പഠിച്ച് പരീക്ഷ ആര് എഴുതുന്നു അവർക്ക് അങ്ങനെ ഓർമ്മശക്തി കൂടുതലുള്ളവർക്ക് മാർക്ക് കൊടുക്കുന്ന രീതിയിൽ, അങ്ങനത്തെ രീതിയിൽ ഒരു ആവരുത് നമ്മുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു മത്സര ബുദ്ധി വരും കുട്ടികൾക്കിടയിൽ അല്ലെ. അപ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, വിഷയങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ ആ കുട്ടികൾക്കിടയിൽ വളർത്തിയെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആവരുത്. ഹി വാസ് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ദ കോമ്പറ്റീഷൻ. ഹി ബിലീവ്ഡ് ദാറ്റ് കോമ്പറ്റീഷൻ വൺ ചൈൽഡ് വിത്ത് അനദർ ക്രിയേറ്റ് എൻവി ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് മറ്റൊരു കുട്ടിക്ക് വേറൊരു കുട്ടിയോട് എന്തോരും ഒരു മത്സര ബുദ്ധിയാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പോൾ കോമ്പറ്റീഷൻ രീതിയിലാവരുത് എന്ത് എഡ്യൂക്കേഷൻ. സെൽഫ് നോളജ്, സ്വയം അറിയുക. എന്താ, ദ ട്രൂ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു നോ വൺ സെൽഫ്. നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവനവനെ തിരിച്ചറിയാൻ സാധിക്കണം അല്ലെ. അവരവരെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂസ് അതൊക്കെ സ്വയം തിരിച്ചറിയാനുള്ളൊരു ഇതാവണം എന്ത് എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിത്തൗട്ട് നോയിങ് ഹൂ യു ആർ ഓൾ അതേഴ്സ് ലേണിംഗ് ഈസ് യൂസ്ലെസ്. അതായത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല, നമ്മളുടെ കഴിവുകൾ അങ്ങനെ സംഭവിച്ചാൽ എന്താവും, നമ്മൾ വെറും യൂസ്ലെസ് ആയി പോകും അല്ലെ. ഒരു ഉപയോഗവും ഇല്ലാത്ത ഉപയോഗശൂന്യമായി പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടികളുടെ ഉള്ളിലെ കഴിവുകൾ വളർത്തി ബോഡി മൈൻഡ് എല്ലാത്തിനും ഓൾ അറൗണ്ട് ഡെവലപ്മെന്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നും പാടില്ല അല്ലെ. അതൊന്നല്ല. പിന്നെ നേച്ചർ അല്ലെ, നേച്ചറെ പ്രകൃതിയെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവണം. ഇനി എന്തായിരിക്കും അപ്പോൾ ടീച്ചറുടെ റോള് അദ്ദേഹം പറയുന്നത്. ദ ടീച്ചർ ഈസ് നോട്ട് സുപ്പീരിയർ പേഴ്സൺ ബട്ട് എ ഫ്രണ്ട് ആൻഡ് കോ ലേണേഴ്സ്. ടീച്ചർ എന്താവരുത് ഒരു ഡൊമിനൻ്റ് ആയി നിന്നിങ്ങോട്ട് അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ആരോട്ട് സ്റ്റുഡൻസിനായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയെ പോലെ അങ്ങനെ ഒരു ഇതായിരിക്കണം എന്ത് ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ദ ടീച്ചർ ഷുഡ് നോട്ട് ഫോഴ്സ് ദെയർ ഐഡിയാസ് ഓൺ ദ സ്റ്റുഡൻസ്. ടീച്ചർക്ക് ടീച്ചറുടേതായ ഇഷ്ടങ്ങളുണ്ടാവും അല്ലെങ്കിൽ ടീച്ചറുടേതായ കൺസെപ്റ്റുകൾ ഉണ്ടാവും അല്ലെ പല കാര്യങ്ങളിലും. അതെന്തായിരുന്നു കുട്ടികളിൽ ഇതന്നെയാണ് എന്ന് പറഞ്ഞിങ്ങാണ്ട് അത് കുട്ടികളിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുന്നത് ആവരുത് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഓരോ കുട്ടികൾക്കും എന്തായിരിക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, അവരുടേതായ എന്തായിരിക്കും ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾ, അപ്പൊ അതിനെ വേണം എന്ത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ ഒരു ടീച്ചറുടേതായ ഐഡിയകളും ഒക്കെ തലേ കുത്തിക്കയറ്റി കൊടുക്കുകയല്ല വേണ്ടത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. There should be a deep relationship and dialogues ബിറ്റ്വീൻ ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ്. ഒരു ടീച്ചറും കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കണം അല്ലെ. ഒരു അല്ലെങ്കിൽ എന്താ, ഒരു ടീച്ചർ ഓർഡർ ഇടുന്നു, കുട്ടികളത് ഒബേ ചെയ്യുന്നു, അങ്ങനത്തെ രീതിയിലല്ലാതെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭാഷണങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അതെന്ത് ചെയ്യും, അവർക്കൊരു റിലേഷൻഷിപ്പ് അവിടെ വരും അല്ലെ. ടീച്ചേഴ്സും കുട്ടിയും തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വരും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി, അപ്പോൾ ആ ഒരു ഭയം, അതായത് ജിതു കൃഷ്ണമൂർത്തി എന്താ ഫിയർ ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത്. ടീച്ചേഴ്സിനോട്, സൊസൈറ്റിനോട്, കരിക്കുലത്തിനോട്, ഒന്നിനോടും എക്സാമിനോടൊന്നും പേടിച്ച് വിറച്ച് അങ്ങനെയുള്ള രീതിയിലുള്ള എക്സാമുകളും അങ്ങനെയുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അല്ലെ. അപ്പോൾ ടീച്ചറും കുട്ടികളും തമ്മിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നാൽ ആ ഒരു ഫിയറൊക്കെ കളയാൻ സാധിക്കും. അപ്പോൾ ടീച്ചറുടെ റോളായിട്ട് അദ്ദേഹം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സ്കൂൾ ആസ് പ്ലേസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. കൃഷ്ണമൂർത്തി സ്കൂൾ ആർ നോട്ട് ലൈക്ക് റെഗുലർ സ്കൂൾ. മറ്റുള്ള സ്കൂളുകളെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്കൂള്.
ദേ ആർ പ്ലേസ് വേർ സ്റ്റുഡൻസ് ലേൺ ടു ലീവ് ഇൻ ഹാർമണി വിത്ത് ദ നേച്ചർ ആൻഡ് അതർ പീപ്പിൾസ്. അവിടെ എന്താ കുട്ടികൾ നേച്ചറിനായിട്ടും മറ്റു ആളുകളുമായിട്ടും എന്താണ് വളരെ സ്നേഹത്തോടെ ഒരു ഇടപഴകി കാര്യങ്ങൾ പഠിക്കുക അല്ലെ, ആ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ എഡ്യൂക്കേഷൻ. ദർ ഇസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഗീവ് ടു സൈലൻസ് ആൻഡ് മെഡിറ്റേഷൻ ഇൻ ഹിസ് സ്കൂൾ. ഹൈസ്കൂളിൽ ഏറ്റവും എന്തായിരുന്നു സൈലൻസ്, പിന്നെ മെഡിറ്റേഷന് വളരെയധികം പ്രാധാന്യം സ്കൂളിൽ നിന്ന് കൊടുത്തിരുന്നു. അടുത്തത് റിലവൻസ് ടുഡേ. ഇൻ ടുഡേസ് സ്ട്രെസ്ഫുൾ വർക്ക് കൃഷ്ണമൂർത്തി ഐഡിയാസ് ഓഫ് നോ കോമ്പറ്റീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത് അല്ലേ. ഒരു കുട്ടിയുടെ മാനസിക വളർച്ചയിൽ എന്താ കോമ്പറ്റീഷനും ഫിയറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു മാനസികമായിട്ട് ആ കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയിന്റ്സ് വളരെയധികം യൂസ് ചെയ്യുന്ന ഇതാക്കുന്നുണ്ട്. അപ്പോൾ ടുഡേസ് സ്ട്രെസ്ഫുൾ വേൾഡ്, നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലാണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രെസ്ലെസ് ആയിട്ടുള്ളൊരു സ്കൂൾ ലൈഫ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. His focus on environmental awareness and observing nature is highly relevant today. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ ഏത് രീതിയിലാക്കാനാണ് ശ്രമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക, നാച്ചുറിനെ ഒബ്സർവ് ചെയ്തിട്ട്. അപ്പം എന്താ, നമ്മൾ നാച്ചുറിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നാച്ചുറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മറ്റു പല കാര്യങ്ങളും കുട്ടികൾക്ക് ബോധം വരും അല്ലെ, അവയർനെസ് വരും. അപ്പോൾ ആ ഒരു രീതിയിലും ഇന്നത്തെ എഡ്യൂക്കേഷനിൽ അത് ഇമ്പോർട്ടൻസ് ആണ്. ജിതു കൃഷ്ണമൂർത്തിയും ഗാന്ധിജിയും പറഞ്ഞത് കുറച്ച് സാമ്യതയുണ്ട്. ഗാന്ധിജി ബോഡി മൈൻഡ് സോള് ഡെവലപ്മെന്റ്സ് ആണ് പറഞ്ഞത്, ഇദ്ദേഹവും അങ്ങനെ തന്നെയാണ് അല്ലേ പറഞ്ഞത്. പിന്നെയോ ഇദ്ദേഹത്തിന്റെ സ്ഥാപിച്ച സ്കൂളിന്റെ പേരാണ് എന്ത്, ഋഷി വാലി സ്കൂള്. പിന്നെ അദ്ദേഹം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആയിരിക്കണം അല്ലെ. എക്സാമിനോട്, ടീച്ചറിനോട്, സൊസൈറ്റിയോടൊക്കെ എന്താണ് കുട്ടി ഫിയർലെസ് ആയിട്ട് ഒരു മെന്റൽ ഹെൽത്തിന് പ്രൊമോട്ട് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെയോ നോ കോമ്പറ്റീഷൻ, അപ്പോഴെന്താണ് അവിടെ മത്സരങ്ങൾ പാടില്ല, മത്സര ബുദ്ധികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. നമ്മളിവിടെ 4 പേരുടെ എഡ്യൂക്കേഷൻ പറഞ്ഞു. എന്തൊക്കെയാ? ഗാന്ധിജി എന്താണ്, ക്രാഫ്റ്റിനെ ആയിരുന്നു. ടാഗോർ എന്താണ്, നാച്ചർ ആൻഡ് ആർട്സ്. വിവേകാനന്ദ സ്വാമി എന്താ പറഞ്ഞ, ക്യാരക്ടറിനെയും മൈൻഡിനെയും ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞത്. ജിതു കൃഷ്ണമൂർത്തിയോ അവയർനെസ്, നോ ഫിയർ അല്ലെ, സ്വയം ഒരു ബോധം ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ യൂസ്ലെസ് ആയി പോകും. നമ്മുടെ കഴിവുകൾ നമുക്ക് സ്വയം മനസ്സിലാകാനും തിരിച്ചറിഞ്ഞും അല്ലെങ്കിൽ നമ്മളുടേതായ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ജിതു കൃഷ്ണമൂർത്തി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഇനി നമുക്ക് അടുത്തത് അടുത്ത ആളാണ് സാർ അരവിന്ദോ ഘോഷ്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, കവി, ദർശനികൻ, യോഗി എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ ഭാരതീയനാണ്. ഭാരതത്തിൻ്റെ ആത്മീയ ഉണർവും വിദ്യാഭ്യാസ പരിഷ്കാരത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്കെച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം എന്നാ ജനിച്ചത്? ഓഗസ്റ്റ് 15, 1872 കൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒരു സജീവ സാന്നിധ്യമായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ആത്മീയതയിലേക്ക് തിരിഞ്ഞ് പുതുച്ചേരിയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ബോൺ ഓൺ ഓഗസ്റ്റ് 15, 1872 ഇൻ കാലിക്കറ്റ്. എഡ്യൂക്കേഷൻ എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഹി വാസ് എ ബ്രില്യൻറ്റ് സ്കോളർ, മാസ്റ്ററിംഗ് സെവറൽ ലാംഗ്വേജസ്. ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൺ റൈറ്റിംഗ് ടു ഇന്ത്യ ഹി ബിക്കം എ ലീഡർ ഇൻ ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. Spiritual turn. 1910 he moved to Pondicherry where he established a ashrama and dedicated his life to integral yoga. സൂപ്പർ മൈൻഡ് എന്നുള്ളത് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരുടേതാണ് ആ കൺസെപ്റ്റ്? സാർ അരവിന്ദ ഘോഷിൻ്റെയാണ്. എന്താണ് സൂപ്പർ മൈൻഡ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയൂ കേട്ടോ. മനുഷ്യൻ പരിണാമത്തിന്റെ അവസാന ഘട്ടമല്ലെന്നും അതിഭൗതികമായ ഒരു ബോധതലത്തിലേക്ക്, അതാണ് സൂപ്പർ മൈൻഡ്. ഇനിയും നമ്മൾ എന്താണ് പരിണാമമൊക്കെ നമുക്കറിയാമല്ലോ, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായിരുന്നതെന്ന്, അങ്ങനെയുള്ള രീതിയിലൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പം നമ്മൾ എന്താണ് ഇനിയും ഒരുപാട് മാനസികമായിട്ട് ഉയർച്ചകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതാണ് സൂപ്പർ മൈൻഡ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന് ഉയരേണ്ടതുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭൂമിയിലെ ജീവിതത്തെ തന്നെ ദിവ്യമാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി കണ്ടിരുന്നത്.
He believed that the human evolution is not over. Humans are transitioning into higher state of consciousness called the supermind. എയിം എന്തായിരുന്നു? ടു ബ്രിങ് ഡിവൈൻ കോൺഷ്യസ്നെസ് ഇൻ ടു ഏർലി ലൈഫ്, മേക്കിംഗ് ലൈഫ് ഇറ്റ് സെൽഫ് എ ലൈഫ് ഡിവൈൻ. അദ്ദേഹത്തിൻ്റെ മെയിൻ പബ്ലിക്കേഷൻസ് ആണ് ദ ലൈഫ് ഡിവൈൻ, സാവിത്രി, ദ സിന്തസൈസ് ഓഫ് യോഗ, എസ്സേ ഓൺ ദ ഗീത. അദ്ദേഹത്തിന് മെയിൻ പബ്ലിക്കേഷൻസ് ആണ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്. വിദ്യാഭ്യാസം എന്നത് വെറും അറിവ് നേടലല്ല, മറിച്ച് ആത്മാവിൻ്റെ വികാസമാണെന്ന് അദ്ദേഹം കരുതി. കുട്ടികളിലെ അന്തർലീനമായ കഴിവുകളെ പുറത്തെടുക്കുന്നതായിരിക്കണം എന്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അരവിന്ദോ ഘോഷാണ് എന്ത് ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ, സമഗ്ര വിദ്യാഭ്യാസം പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം അതിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇൻഫർമേഷൻ ബട്ട് ദ ഫ്ലവറിങ് ഓഫ് ദ സോൾ. അതെന്താ ഒരു കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെന്താ നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്താൻ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളെ ഇവല്യൂഷൻ്റെ ഇതല്ലാതെ ഒരു സൂപ്പർ മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ്റെ ധർമ്മം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന്, നത്തിങ് ക്യാൻ ബി ടോട്ട്. ടീച്ചർ ഒന്നും അങ്ങോട്ട് ഇരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ബുക്കിലിരുന്ന് ഇതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ട. അവരെന്ത് ചെയ്താൽ മതി? ഒരു ഗൈഡായിട്ട് ടീച്ചർ നിന്നാൽ മതി അല്ലേ. പിന്നെ ദ മൈൻഡ് മസ്റ്റ് ബി കൺസൾട്ടഡ് ഇൻ ഇറ്റ്സ് ഓൺ ഗ്രോത്ത്. നമ്മളുടേതായ കഴിവുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ സാധിക്കും. വർക്ക് ഫ്രം ദ നിയർ ടു ദി ഫാർ. അതായത് ആദ്യം തന്നെ കുറേ കുട്ടികൾ കാണാത്തയും കേൾക്കാത്തയുമായ കാര്യങ്ങളെക്കുറിച്ച്, വളരെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കുറേ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് കുട്ടികൾ അറിഞ്ഞിട്ടുള്ള, തൊട്ടടുത്തുള്ള, കുറേ കണ്ടിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അറിവ് നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അവർ കണ്ടിട്ടുള്ളതിനെക്കുറിച്ച്, അറിഞ്ഞിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താ കൂടുതൽ അറിവ് കിട്ടും അല്ലേ. ഇന്ന് വരെ കാണാത്തൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ആദ്യം നിയറായി അടുത്തുള്ളത് കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക, പിന്നെയാണ് ഇത് ദൂരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ടീച്ചർ എന്തായിരിക്കണം? ആ ഒരു യജമാനനല്ല, മറിച്ച് എന്താണ്? കുട്ടികളെ വഴി നടത്തുന്ന ഒരു സഹായിയായാണ്, ഒരു ഗൈഡായിട്ടാണ് ആര് വേണ്ടത്? ഒരു ടീച്ചർ വേണ്ടത്. അറിവ് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് എന്താ? കുട്ടിക്ക് സ്വയം അറിവ് കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്. കുട്ടിയുടെ ഉള്ളിൽ ദൈവികമായ വെളിച്ചത്തെ ഉണർത്തുന്നവനാകണം ആര്? ഗുരു, അതായത് ടീച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അരവിന്ദ് ഘോഷിൻ്റെ ഒരു ടീച്ചറുടെ റോളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ടീച്ചർ ആരാവണം? ഹെൽപ്പർ ആൻഡ് ഗൈഡ് ആയിരിക്കണം ഒരു ടീച്ചർ. ദ ടീച്ചർ ഷുഡ് നോട്ട് ഇമ്പോസ് നോളജ് ഓൺ ദ സ്റ്റുഡൻസ്. കുറേ നോളജുകൾ കുത്തിക്കയറ്റി കൊടുത്ത് അങ്ങനെയല്ല, ബട്ട് ഷോ ദം ഹൗ ടു അക്വയർ നോളജ് ദംസെൽഫ്. എങ്ങനെയാണ് സ്വന്തമായ അറിവുകൾ കണ്ടെത്തുക, അതിനെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ടത്. ദ ടീച്ചേഴ്സ് റോൾ ടു സജസ്റ്റ് നോട്ട് ടു കമാൻഡ്. കുറേ കമാൻഡുകൾ കൊടുത്ത് ആ കുട്ടികളെ അനുസരിപ്പിക്കുന്നതിന് പകരം അവരുടെ ഉള്ളിലെ ദൈവികമായ കണങ്ങളെ ഉണർത്തുക, അവരുടെ കഴിവുകളെ ഉണർത്തി കൊടുക്കണം അല്ലെ. ഒരു ഹെൽപ്പർ, ഒരു ഗൈഡും ആയിരിക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഓർത്തേക്കാൻ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. എ ഹെൽപ്പർ ആൻഡ് എ ഗൈഡ്. ടീച്ചർ ആരായിരിക്കണം? ഒരു ഹെൽപ്പർ, ഒരു ഗൈഡും ആയിരിക്കണം. നോട്ട് എ ഇൻസ്ട്രക്ടർ. കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ, അതല്ല. എന്താ, കുട്ടികളിൽ ഉള്ളിൽ നിന്ന് അല്ലേ അവർക്ക് തോന്നലുണ്ടാക്കി അവരുടെ നാച്ചുറലിലേക്ക് പറഞ്ഞ് അങ്ങനെ ആ ഒരു രീതിയിൽ അവർ സ്വയം പഠിക്കാനുള്ള ഒരു കഴിവ്, അവരുടെ നോളജുകൾ സ്വയം വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവാണ് ടീച്ചർ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ഒബ്സർവ് ഓഫ് നേച്ചർ അല്ലെ, പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് അതിലെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സജസ്റ്റ് നോട്ട് കമാൻഡ്. ആജ്ഞാപിക്കല്ല ചെയ്യേണ്ടത് അല്ലേ, അവരോട് ഓരോ അഭിപ്രായങ്ങൾ. അതുപോലെ ടീച്ചർ പിന്നെ എന്തായിരിക്കണം? ഒരു ലിവിങ് എക്സാമ്പിൾ ആയിരിക്കണം. ലിവിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്തായിരിക്കണം? ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം. ഒരു മാതൃകയായിരിക്കണം ടീച്ചർ. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് ആണ് ഏതൊക്കെയാണ്? നത്തിങ് ക്യാൻ ബി ടോട്ട് എന്ന് വെച്ചാൽ ടീച്ചർ ഒരു ഹെൽപ്പറും ഗൈഡുമായി മാത്രം ഇരുന്നാൽ മതി. കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരാളായിട്ടല്ല ടീച്ചർ ഇരിക്കേണ്ടത്. ആ കുട്ടികളിൽ തന്നെ എന്തുണ്ട്? അവരുടെ അറിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. അതെന്ത് ചെയ്താൽ മതി? ടീച്ചർ എന്ന രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തിട്ട് ആ കുട്ടികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഒരു ടീച്ചർ സഹായിക്കേണ്ടത്. അതാണ് നത്തിങ് ക്യാൻ ബി ടോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ. The teachers is a helper and a guide, not an instructor. Knowledge already inside the child. The teacher only helps it come out. Consult the mind in its growth.
എവരി ചിൽഡ്രൻ ഈസ് യൂണീക്ക്. ഓരോ കുട്ടികളും എന്താണ്, വ്യത്യസ്തരാണ് അല്ലേ. ദ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോളോ ദ ചൈൽഡ് ഓൺ നേച്ചർ. ഓരോ കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ചും അവർക്ക് കൊടുക്കേണ്ടതായ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടേതായ ഇൻട്രസ്റ്റ് ഒക്കെ എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഇരുത്തിങ്ങോട്ട് ഒരേ പാറ്റേണിൽ ഒരേ ഫോഴ്സ് ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ എന്താ കിട്ടില്ല, നല്ല രീതിയിലുള്ള ഒരു വളർച്ച അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരെ തിരിച്ചറിയാനും അവർക്കായി ഒരു ഹെൽപ്പ്, അത് അല്ല എന്ത് എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൺസൾട്ട് മൈൻഡ് ഇൻ ഇറ്റ്സ് ഗ്രോത്ത്. അടുത്ത പ്രിൻസിപ്പിളാണ് വർക്ക് ഫ്രം ദി നിയർ ടു ദ ഫാർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് വാട്ട് ദ ചൈൽഡ് ഓൾറെഡി നോ. കുട്ടികൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അടുത്ത് കണ്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു തുടങ്ങാം. നമ്മുടെ അടുത്ത് അവർക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങാം. അതിനുശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, വളരെ ദൂരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ. ആദ്യം തന്നെ പരിചയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് തുടങ്ങിയിട്ട് പിന്നെ 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 അകലേക്ക് പോകാം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ആദ്യം തന്നെ ഇരുന്ന് പഠിപ്പിക്കുന്നതിന്, സെല്ലിനെ കുറിച്ച് ആദ്യം തന്നെ പഠിപ്പിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് കത്തില്ല അല്ലേ. അതേ സ്ഥാനത്ത് തന്നെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പിന്നെ അത് ഡീപ്പായ ലെവലിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ്. സൂപ്പർ മൈൻഡ് എന്നുള്ളത് 1 മാർക്ക് 2 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരുടേതാണ്? സാർ അരവിന്ദ് ഘോഷിൻ്റെയാണ്. അദ്ദേഹം അത് ദ ലൈഫ് ഡിവൈൻ എന്നുള്ളൊരു ബുക്കിലാണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സൂപ്പർ മൈൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ, മനുഷ്യൻ ഇപ്പോൾ നിൽക്കുന്ന ബോധതലം എന്ന് വെച്ചാൽ മൈൻഡ്, അതിന് മുകളിലായിട്ട് ഒരു ഉന്നത ബോധതലം ഉണ്ടെന്നും പരിണാമത്തിലൂടെ മനുഷ്യൻ അവിടേക്ക് എത്തിച്ചേരുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. മനസ്സിലായ? അതായത് നമ്മളുടെ ആ മനസ്സിൻ്റെ മുകളിൽ ഒരു മൈൻഡ് ബോധതലം, ഇപ്പോഴുള്ള ബോധതലം അല്ലാതെ അതിലും ഉന്നതമായൊരു ബോധതലം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും എന്താണ്, മനുഷ്യനിൽ പരിണാമത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു പരിണാമത്തിൻ്റെ ഘട്ടം പൂർണ്ണമായിട്ടില്ലാന്ന് നമ്മൾ പരിണാമത്തിൽ എന്താ, കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് അല്ലേ. അപ്പം ആ മനുഷ്യനിൽ നിന്ന് എന്തായും അതിമാനുഷ്യൻ, അതാണ് സൂപ്പർ മൈൻഡ്, സൂപ്പർമാൻ, അതിമാനുഷ്യൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അവസ്ഥയാണ് ഈ അവസ്ഥയിലുള്ള ബോധത്തെയാണ്, ആ അവസ്ഥയിലുള്ള മൈൻഡിനെയാണ് എന്തെന്ന് പറയണത്, സൂപ്പർ മൈൻഡ് എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ ഭാഗികമായോ തെറ്റായോ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാൽ സൂപ്പർ മൈൻഡ് ഉള്ള ഒരാൾക്ക് എന്താണ്, സത്യത്തെ നേരിട്ട്. സൂപ്പർ മൈൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി, ആ മനുഷ്യനിൽ നിന്ന് ആരുണ്ടാവും, അതിമാനുഷ്യനുണ്ടാവും. ആദിമാനുഷ്യൻ്റെ ബോധതലം എന്ന് പറഞ്ഞാൽ മൈൻഡ്, അതാണ് എന്ത്, സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത്. ആ ഒരു മൈൻഡ് തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ ചെയ്യില്ല, ശരികളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ശരികളിലൂടെ മാത്രമേ പോകുള്ളൂ. അപ്പം ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം, സത്യം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, തെറ്റുകൾ സംഭവിക്കാത്ത ഒരു ഉന്നത ബോധതലമാണ് എന്ത്, സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത്. സൂപ്പർ മൈൻഡ് ഈസ് ദ ട്രൂത്ത് കോൺഷ്യസ്നെസ് അല്ലെ, സത്യം തിരിച്ചറിയുന്ന, ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഡിവൈൻ വേൾഡ് ആൻഡ് ദ ഹ്യൂമൻ വേൾഡ്. ഇറ്റ് ആക്ട് ആസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ വേൾഡ്. അത് ദൈവത്തിൻ്റെയും ഒരു നാച്ചറിൻ്റെ ഇടയിലാണ് എന്ത്, ഈ സൂപ്പർ മൈൻഡ് നിൽക്കുന്നതെന്നാണ്. ഒരു ബ്രിഡ്ജാണ്, ഇവരെ തമ്മിൽ കണക്ട് ഇത് തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ എന്ത്, സൂപ്പർ മൈൻഡ്. ഇവല്യൂഷൻ, ജസ്റ്റ് ആനിമൽ ഇവോൾവ്ഡ് ഇൻ ടു ഹ്യൂമൻസ് വിൽ ഇവോൾവ്ഡ് ഇൻ ടു സൂപ്പർ മൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, കുരങ്ങനിൽ നിന്ന്, ആനിമൽസിൽ നിന്നാണ് എന്ത്, ഹ്യൂമൻസ് ഉണ്ടായിട്ടുള്ളത്. ഹ്യൂമൻ എന്ത് ചെയ്യണം, ഇനി പരിണാമങ്ങൾ സംഭവിച്ചിട്ട്, അതേ പരിണാമം അല്ലെ മെഡിറ്റേഷൻ, അങ്ങനെ അദ്ദേഹം ഇൻ്റഗ്രൽ യോഗയിൽ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ഇതിന് നമ്മൾ എന്ത് ഉന്നത ബോധതലത്തിലേക്ക് എത്തും, അതാണ് എന്ത് സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ചേഞ്ച് അവർ ഓർഡിനറി ലൈഫ് ഇൻ ടു എ ലൈഫ് ഡിവൈൻ. നമ്മളുടെ സാധാരണ ഈ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതം അങ്ങനെ ഒരു ലൈഫിൽ നിന്നും ഇതെന്ത് ചെയ്യും, ഒരു ഹാപ്പിനെസ് മാത്രം നിറഞ്ഞ ഒരു എല്ലാവരോടും കരുണയൊക്കെ വരുന്ന ആ ഒരു ലെവലിലേക്കുള്ള ഒരു മൈൻഡിലേക്ക് എത്തും, തെറ്റുകൾ ചെയ്യാത്ത ഒരു മൈൻഡിലേക്ക് എത്തും എന്നാണ്. ആ ഒരു ഇതിനെയാണ് അദ്ദേഹം സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത്. സൂപ്പർ മൈൻഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐഡിയ ഓഫ് ശ്രീ അരവിന്ദ് ഘോഷ്.
higher consciousness, it level of mind that is much higher and more powerful than our ordinary human mind. എന്താണ് ആ ഒരു മൈൻഡ് തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവലിലുള്ളതാണ്. എന്താ അവിടെ ദുഃഖങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം സത്യത്തെ നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മൈൻഡ് ലെവലാണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇവല്യൂഷൻ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓരോരോ ഇവല്യൂഷനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അതുപോലെ അടുത്തൊരു ഇവല്യൂഷനിലായിരിക്കും എന്തുണ്ടാവണമെന്നാണ് ആദ്യം പറഞ്ഞത്, ഈ മനുഷ്യനിൽ നിന്ന് ആരാണ് അമാനുഷികൻ. ആ ഒരു അമാനുഷികൻ്റെ ബോധതലത്തെയാണ് എന്തെന്ന് പറഞ്ഞത് സൂപ്പർ മൈൻഡ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പെർഫെക്റ്റ് നോളജ് എന്താ സൂപ്പർ മൈൻഡ് ആയിക്കഴിഞ്ഞാൽ എന്താ വിൽ അവർ മൈൻഡ് ഓഫ്റ്റൺ മേക്സ് മിസ്റ്റേക്സ്. നമ്മൾക്ക് എന്താ പറ്റില്ല, തെറ്റുകൾ സംഭവിക്കില്ല. സൂപ്പർ മൈൻഡ് ആയ ഒരാൾ എന്ത് ചെയ്യില്ല, തെറ്റുകൾ ചെയ്യില്ല. ദ സൂപ്പർ മൈൻഡ് സീസ് ദ ആബ്സൊല്യൂട്ട് ട്രൂത്ത് ക്ലിയർലി. ആ ഒരു സൂപ്പർ മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സത്യത്തെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡിവൈൻ ലൈഫ് bringing its power down to earth will remove suffering and turn human life into a divine life. അതായത് നമ്മളൊരു ആത്മീയതലത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കും എന്നാ പറയുന്നത് സൂപ്പർ മൈൻഡ്. നമ്മളിൽ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് നല്ലൊരു ആ ഒരു രീതിയിലേക്ക് എത്തും എന്നുള്ളതാണ് സൂപ്പർ മൈൻഡ് എന്നുള്ള കൺസെപ്റ്റ്.